ലാൽസലാം മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ്റെ ആദ്യ പ്രദർശനം വേൾഡ് വൈഡായി കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യം 6 മണിക്ക് കേരളത്തിൽ തുടങ്ങിയ ഈ ഒരു ചിത്രത്തിന് ഇന്ന് ഉത്സവ ലഹരി തന്നെയാണ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമയുടെ ഇപ്പോൾ പബ്ലിക് റെസ്പോൺസുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന് മുന്നാടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എമ്പുരാൻ മൂവിയുടെ റെസ്പോൺസ് ആദ്യ പകുതി നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ആ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം ആ രീതിയിൽ തന്നെയാണ്. അതെ, സ്ലോ പേസിൽ തുടങ്ങുന്ന ഒരു സിനിമ വൃത്തിക്കും വെടിപ്പോടും കൂടി സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫസ്റ്റ് ഹാഫ്. ലാലേട്ടൻ്റെ ആ ഒരു പ്രസൻസ് തന്നെയാണ് സിനിമയെ ലിവറേജ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻട്രോയൊക്കെ അതിമനോഹരമെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫിനേക്കാൾ മികച്ചു നിൽക്കുന്ന സെക്കൻഡ് ഹാഫ്. നമ്മളേവരും പ്രതീക്ഷിച്ച പോലെ ആ ഇൻ്റർവെൽ പഞ്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ആ ഒരു പോക്ക് മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. ലൂസിഫർ എന്ന ചിത്രം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം ഈ സിനിമയും ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതേ താളത്തിൽ തന്നെ പോകുന്ന ഈ ഒരു ചിത്രം കഥയ്ക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് തന്നെ മുന്നോട്ട് നയിക്കുമ്പോൾ സ്റ്റണ്ടും കാര്യങ്ങളുമൊക്കെ അതിഗംഭീരം എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. ടോട്ടലി ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു സിനിമ. ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ മലയാള സിനിമയുടെ ഏറ്റവും വലിയ സിനിമയായി മാറുകയാണ്. അത് നമുക്ക് കളക്ഷനിലും അതേപോലെ തിയേറ്ററുകളിലെയും റോഡുകളിലെയും തിരക്ക് കണ്ടാൽ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സിനിമ സെക്കൻഡ് ഹാഫിൽ മികച്ച തന്നെ നിൽക്കുന്നു. ഗൂസ് ബംസ് നിമിഷങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മികച്ച ക്യാമിയോ റോളും കാര്യങ്ങളുമൊക്കെ ആയി വരുമ്പോൾ സിനിമ ഒരു ഒന്നൊന്നര സിനിമയായി മാറുകയാണ്. എന്താണെങ്കിലും 2025 അക്ഷരാർത്ഥത്തിൽ ലാലേട്ടൻ വർഷമായി മാറുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. എമ്പുരാന് എങ്ങും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. എബോ ആവറേജ് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഏറ്റവും കൂടുതലായി സിനിമയ്ക്ക് കാണുന്നത്. ഹെവി പോസിറ്റീവ് എന്നുള്ള റെസ്പോൺസിലേക്ക് സിനിമ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഏറ്റവും കൂടുതലായി പറയാം, എമ്പുരാൻ എന്ന സിനിമ ലൂസിഫറിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ള അഭിപ്രായം. ഒരു സിനിമ ഇതിനു മുമ്പ് വരുമ്പോൾ തീർച്ചയായും കമ്പാരിസൺ വരും. ആ കമ്പാരിസണിലൂടെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ഒരു പിടി മുന്നിലേക്ക് എത്തുന്നു. എന്താണേലും ആ തരംഗം അങ്ങനെ അരയടിക്കുമ്പോൾ ആദ്യ ദിനം 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ്. അതെത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. അതിഗംഭീരവും അതിശക്തവുമായി തൂലികയിൽ നിന്ന്, അതായത് മുരളി ഗോപിയുടെ തൂലികയിൽ നിന്ന് വന്ന ഈ ഒരു ചിത്രം ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് പെടുകയാണ്.